ഇനി നമുക്ക് B6-ന്റെ ADAS ഫീച്ചേഴ്സിനെ പറ്റിയിട്ട് നോക്കാം. ഇതിൽ ആപ്സിലേക്ക് വരിക, ഓൾ എടുത്തു കഴിഞ്ഞാൽ കാറിൽ കാണിക്കുന്ന കംപ്ലീറ്റ് ആപ്സ് നമുക്ക് ഇതിൽ കാണാൻ വേണ്ടി പറ്റും. ഇതിൽ ഡ്രൈവ് അസിസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്രയാണ് ADAS ഫീച്ചേഴ്സ് കാര്യങ്ങൾ വരുന്നത്. ഇതിൽ ഞാൻ ലൈൻ അസിസ്റ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈനിൻ്റെ ഉള്ളിൽ സ്റ്റിയറിങ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നതാണ് നമ്മൾ ലൈൻ അസിസ്റ്റ് എന്ന് പറയാം. ഇതിൽ ഞാനിപ്പം അസിസ്റ്റ് ഓൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അസിസ്റ്റിലേക്ക് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ആയിരിക്കും ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ടാവുക, ഈ ഒരു ഓപ്ഷനായിട്ട്. ഇതാണ് ലൈൻ കീപ്പ് അസിസ്റ്റിൻ്റെ അസിസ്റ്റ് ഓൺ ആക്കിയുള്ള ഇൻഡിക്കേഷൻ കാണിക്കുക. അതേ ലൈൻ അസിസ്റ്റിനെ നമ്മൾ വാണിങ്ങിലേക്ക് ഇടുന്ന സമയത്ത് നേരെ ഇൻഡിക്കേഷൻ മാറും, ഇങ്ങനെ ആയിരിക്കും ആ ഇൻഡിക്കേഷൻ കാണിക്കുക. ഹൈവേ അസിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രണ്ടിൽ വണ്ടി ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ലൈൻ ചേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ ഹൈവേ അസിസ്റ്റ് എന്ന് പറയാം. എമർജൻസി ലൈൻ കീപ്പ് അസിസ്റ്റ് എന്ന് പറഞ്ഞാൽ നോർമൽ റോഡുകളിൽ നമ്മൾ എന്ത് ചെയ്യുക, എമർജൻസി ലൈൻ കീപ്പ് അസിസ്റ്റ് ഓഫ് ആക്കുക. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ റോഡുകളിൽ ഈ 3 ലൈൻസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു വണ്ടിനെ നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പം ഈ ലൈനിന് പുറത്ത് പോയിട്ടുണ്ട് എന്നുള്ളത് വണ്ടി ഡിറ്റക്ട് ചെയ്യും. നേരെ നമ്മൾ ഇവിടെ എത്തുമ്പോഴായിരിക്കും വണ്ടി സെൻസ് ചെയ്യുക, നേരെ സ്റ്റിയറിംഗ് തിരിയും, ഈ കാറിന് വന്നിട്ട് തട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നോർമൽ റോഡുകളിൽ എന്ത് ചെയ്യുന്നത്, എമർജൻസി ലൈൻ കീപ്പ് അസിസ്റ്റ് നമ്മൾ ഓഫാക്കി വെക്കുന്നത്. ഇത്രയാണ് ലൈൻ കീപ്പ് അസിസ്റ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് കൊളീഷൻ വാണിങ്ങിലേക്ക് വരാം. കൊളീഷൻ വാണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോ എമർജൻസി ബ്രേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ റോഡുകളിൽ നമ്മൾ പോകുന്ന സമയത്ത് കഴിയുന്നതും ഓട്ടോ എമർജൻസി ബ്രേക്കിംഗ് ഓഫാക്കിയിടുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇതിൽ ഞാൻ ഇപ്പോൾ അസിസ്റ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ ഫ്രണ്ടിലുള്ള വണ്ടി ബ്രേക്ക് ചെയ്താൽ നമ്മളെ ഉടനെ വണ്ടി എന്ത് ചെയ്യും, സെൻസ് ചെയ്തുകൊണ്ട് അപ്പം തന്നെ സഡൻ ബ്രേക്ക് ചെയ്യും. ബാക്കിൽ വരുന്ന വണ്ടി ഓട്ടോയോ അല്ലെങ്കിൽ ഒരു ബൈക്കൊക്കെ ആണെങ്കിൽ നമ്മളെ വണ്ടിക്ക് വന്നിട്ട് തട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വാണിംഗ് എടുത്തത്. അതാകുമ്പോൾ നമ്മൾ അടുത്തെത്തുന്ന സമയത്ത് കൊളീഷൻ പോസിബിൾ എന്ന് പറഞ്ഞിട്ട് ഡ്രൈവിംഗ് സൈഡിലുള്ള സ്ക്രീനിൽ കാണിക്കുകയും ചെയ്യും. നമുക്ക് എന്ത് ചെയ്യും, സ്റ്റിയറിംഗ് വൈബ്രേഷനും ഉണ്ടാവും വാണിങ്ങിൽ ഇട്ട് കഴിഞ്ഞാൽ. അതിന് വേണ്ടിയിട്ടാണ് ഓട്ടോ എമർജൻസി ബ്രേക്കിംഗ് നമ്മൾ എന്തെന്ന് നോർമൽ റോഡുകളിൽ വാണിങ്ങിലിടുന്നത്. ഫോർവേഡ് കൊളീഷൻ വാണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടൈമിങ് സെറ്റ് ചെയ്യാൻ വേണ്ടി, നോർമൽ ഡിസ്റ്റൻസിൽ വേണോ അതോ കുറച്ച് ഏർലി ആയിട്ട് കുറച്ച് നേരത്തെ വേണോ അതോ കുറച്ച് ലേറ്റ് ആയിട്ട് മതിയോ എന്നുള്ള ടൈമിങ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഫോർവേഡ് കൊളീഷൻ വാണിംഗ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. റിയർ കൊളീഷൻ വാണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിവേഴ്സ് എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മുടെ ബാക്കിൽ എന്തെങ്കിലും തട്ടാൻ വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റിയറിങ് കാര്യങ്ങൾ വൈബ്രേറ്റ് ചെയ്യുകയും ചെയ്യും. നമ്മൾ അലേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിയർ കൊളീഷൻ വാണിംഗ് യൂസ് ചെയ്യുന്നത്. ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിററിൽ നോക്കിയിട്ട് കാണാത്ത എന്തെങ്കിലും ഒബ്ജക്റ്റ് നമുക്ക് ബ്ലൈൻഡ് സ്പോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റിയറിങ് കാര്യങ്ങൾ കൊണ്ട് വൈബ്രേറ്റ് ചെയ്യുകയും ചെയ്യും. മിററിൽ നമുക്കൊരു ഇൻഡിക്കേഷൻ കാണിക്കുകയും ചെയ്യും. അത് നമ്മൾ ഒരു വണ്ടിനെ ഓവർടേക്ക് ചെയ്ത് കയറുന്ന സമയത്തും നമുക്ക് ബ്ലൈൻഡ് സ്പോട്ടിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെങ്കിലും സ്റ്റിയറിങ് കാര്യങ്ങൾ വൈബ്രേറ്റ് ചെയ്യും, നമ്മൾ അലേർട്ട് ചെയ്യുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷനിൽ വാണിംഗ് യൂസ് ചെയ്യുന്നത്. ഓട്ടോ എമർജൻസി സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഈ ഒരു സംഭവം നമ്മൾ നോർമൽ റോഡുകളിൽ ഓഫാക്കിയിടുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം വണ്ടി തട്ടാൻ പോകുമ്പം നമുക്ക് എന്ത് ചെയ്യും, ആദ്യം വാണിംഗ് തരും. വാണിംഗ് നിന്നിട്ടും നമ്മൾ വണ്ടി കൺട്രോൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വണ്ടി ഒന്ന് അസിസ്റ്റ് ചെയ്യും. അസിസ്റ്റ് ചെയ്തിട്ടും വണ്ടി തട്ടാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി സ്റ്റിയറിംഗ് എന്ത് ചെയ്യും, തിരിയും. നോർമൽ റോഡുകളിൽ പോകുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു വണ്ടിനെ ഓവർടേക്ക് ചെയ്ത് കയറുമ്പോൾ ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്യും. തട്ടാൻ പോകുമ്പം ബ്രേക്ക് ചെയ്യും. അപ്പോൾ നമ്മളെ വണ്ടി എന്ത് ചെയ്യും, അത് സെൻസ് ചെയ്തിട്ട് തട്ടാൻ പോകുന്നുണ്ട് എന്നുള്ളത് സെൻസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, സ്റ്റിയറിംഗ് തിരിയും, ഈ കാറിന് വന്നിട്ട് തട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഓട്ടോ എമർജൻസി സ്റ്റിയറിംഗ് നോർമൽ റോഡുകളിൽ നമ്മൾ ഓഫാക്കിയിട്ടുള്ളത്. സ്പീഡ് ലിമിറ്റിലേക്ക് വരുന്ന സമയത്ത് അസിസ്റ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മളിപ്പം അത് ക്രൂയിസ് കൺട്രോളുമായി കണക്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവം. അതായത് നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ആ റോഡിൻ്റെ സ്പീഡ് 80 ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ക്രൂയിസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 40ൽ ക്രൂയിസ് സെറ്റ് ചെയ്തു. അപ്പോൾ നമ്മളിപ്പം ആ റോഡിൽ പോകുമ്പോൾ നമ്മളോട് ചോദിക്കും, ഈ റോഡിൻ്റെ സ്പീഡ് 80 ആണ്, 80ലേക്ക് നമ്മൾ എന്ത് ചെയ്യണോ, സ്പീഡ് കൂട്ടണോ എന്നുള്ളത് കാർ നമ്മളോട് ചോദിക്കും. നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആ റോഡിൻ്റെ സ്പീഡിലേക്ക് വണ്ടി ഓട്ടോമാറ്റിക്കലി ആ ഒരു സ്പീഡിലേക്ക് എത്തിക്കും. നമ്മളിപ്പോൾ ക്രൂയിസ് കൺട്രോൾ നമ്മളിപ്പോൾ ഒരു 80ൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ റോഡിൻ്റെ സ്പീഡ് 50 ആണെങ്കിൽ അത് സെൻസ് ചെയ്തിട്ട് നമ്മളോട് പറയും, ഈ റോഡിൻ്റെ സ്പീഡ് 50 ആണ്, വണ്ടിയുടെ സ്പീഡ് കുറയ്ക്കണമെന്നുള്ള ചോദിക്കും. നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്പീഡിൽ നിന്ന് എന്ത് ചെയ്യും, സ്ലോ ഡൗൺ ചെയ്തിട്ട് നമ്മളെ ആ റോഡിൻ്റെ സ്പീഡിലേക്ക് തിരിച്ചു കൊണ്ടുവരും. അതിനാണ് നമ്മൾ അസിസ്റ്റ് ഓൺ ആക്കുന്നത്. വാണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രൂയിസ് സെറ്റ് ചെയ്തിട്ട് ഒരു 50 ആണ് ആ റോഡിൻ്റെ സ്പീഡ്, ഇതിൻ്റെ 50 എബവ് കയറുമ്പോൾ നമ്മളോട് പറയും ഓവർ സ്പീഡാണെന്ന് പറയുകയും ചെയ്യും. സ്റ്റിയറിംഗ് വൈബ്രേഷന് കാര്യങ്ങളുണ്ടാവും. ഈ സ്പീഡ് ലിമിറ്റ് ടോളറൻസ് പറഞ്ഞാൽ ആ റോഡിൻ്റെ സ്പീഡ് 80 ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ -5 സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 75 നമുക്ക് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം നമ്മളിവിടെ -5 സെറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ 50 ആണെങ്കിൽ 45 ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് സ്പീഡ് ലിമിറ്റ് ടോളറൻസ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്.
നമ്മൾ സ്പീഡ് ലിമിറ്റ് 0-ലാണ് ഇട്ട് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ റോഡിൻ്റെ സ്പീഡ് 80 ആണെന്നുണ്ടെങ്കിൽ 80-ൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആ ഒരു ടോളറൻസ് സെറ്റ് ചെയ്ത് കൊടുക്കാനാണ് സ്പീഡ് ലിമിറ്റ് ടോളറൻസ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഡ്രൈവർ അറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രാഫിക്കിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ വണ്ടി ഇങ്ങനെ നിർത്തിയിട്ട് കൊണ്ടുവയ്ക്കുക. അപ്പം ഫ്രണ്ടിലുള്ള വണ്ടി മൂവ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്ലസ്റ്ററിൽ എന്ത് ചെയ്യും, ഫ്രണ്ടിലെ വണ്ടി മൂവ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഫ്രണ്ടിലെ വണ്ടി സ്റ്റാർട്ട് ആയിട്ടുണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രണ്ട് വെഹിക്കിൾ സ്റ്റാർട്ട് അലേർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. നമ്മൾ പാർക്കിങ്ങിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിയർ ക്രോസ് ട്രാഫിക്കലായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിവേഴ്സ് ഗിയറിലേക്ക് ഇട്ടിട്ട് നമ്മളിപ്പോൾ ഒരാളോട് വർത്താനം പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഒരാളോട് സംസാരിച്ചുകൊണ്ടോ നമ്മൾ റിവേഴ്സിലേക്ക് ഇടുമ്പം ബാക്കിലൂടെ ആരെങ്കിലും പാസ് ചെയ്ത് പോയാൽ വണ്ടി എന്ത് ചെയ്യും, സഡൻ ബ്രേക്ക് ചെയ്യും. അയാൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് പാസ് ചെയ്യുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഏരോ മാർക്ക് ഉണ്ടാവും. റൈറ്റ് സൈഡിൽ നിന്നാണ് അയാൾ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്നായിരിക്കും ഇൻഡിക്കേഷൻ ഉണ്ടാവുക. അത് ഓണായി കിടക്കണോണ്ട് തന്നെ എന്ത് ചെയ്യും, നമ്മൾ ആ ബാക്കിലൂടെ ആരെയും പാസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ സഡൻ ചവിട്ടും. അതുകൊണ്ടാണ് ചില സമയങ്ങളിൽ നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോൾ ഇത് ഓണായി കിടക്കുന്നതുകൊണ്ടാണ് ബാക്കിലൂടെ ആരെങ്കിലും പാസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് വണ്ടി സഡൻ ബ്രേക്ക് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് റിയർ ക്രോസ് ട്രാഫിക്കലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓൺ ആക്കി കൊടുക്കുന്നത്. പിന്നെ ഡോർ ഓപ്പൺ അലേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോർസ് കാര്യങ്ങൾ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ അലേർട്ട് കാര്യങ്ങൾ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡോർ ഓപ്പൺ അലേർട്ട് കൊടുത്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് B6-ന്റെ അഡാസ് ഫീച്ചേഴ്സിൽ നോക്കുന്നത്. താങ്ക് യു. പിന്നെ ക്രൂയിസ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂയിസ് കൺട്രോൾ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈവ് മോഡാണ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 4 ഡ്രൈവ് മോഡ് ഉണ്ട്. ഏത് ഡ്രൈവ് മോഡാണോ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ചായിരിക്കും ക്രൂയിസ് കൺട്രോളിൽ വണ്ടി ബ്രേക്കിംഗ് ചെയ്യുക അല്ലെങ്കിൽ സ്ലോ ഡൗൺ ചെയ്യുക. ഡ്രൈവിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഡ്രൈവർ എങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ക്രൂയിസ് കൺട്രോളിൽ വണ്ടി സ്ലോ ഡൗൺ ചെയ്യുക. അതായത് ആക്സിലറേഷൻ്റെ റെസ്പോൺസ് അനുസരിച്ചായിരിക്കും ക്രൂയിസ് കൺട്രോളിൽ വണ്ടി സ്ലോ ഡൗൺ ചെയ്യുക. ആ 2 ഓപ്ഷൻസ് ആണ് ഡ്രൈവിംഗ് സ്റ്റൈലും ഡ്രൈവിംഗ് മോഡും ക്രൂയിസ് കൺട്രോളിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്.